אני מציעה לך לסגור את ה... סורקים עכשיו את כל הרכבים. להבין אם יש פה מישהו שנשאר, שנחנק. അങ്ങനെ לא פשוט. നമ്മുടെ ഫലസ്തീനിന്റെ മക്കളെ יש פה מישהו! ഇസ്രായേൽ אני לא רוצה להגיד שזה מזכיר לי את 7 באוקטובר, אבל זה 232. ഇവരെ കുറിച്ചിട്ട് ഖുർആനിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് പലയിടത്തും. ഇപ്പോ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നെതന്യാഹുവും കൂട്ടരും പുതിയ חבר'ה, לסרוק תעלות! യുദ്ധമന്ത്രിയും אולי מישהו പ്രതിരോധമന്ത്രി בבריחה נפל לתעלה! നെതന്യാഹു, മിലിറ്ററി ഇന്റലിജൻസ് തലവന്മാര് סריקה מלאה גם לנתיב הנגדי! ഇത് എവിടെ אני നിന്നാണ് הייתי ഈ בורחת കാട്ടി വന്നത്? מהגדר וקופצת לשם! ആ ഇവരിപ്പോ ഇങ്ങനെ שאף אחד לא ചിന്തിച്ചുകൊണ്ട് נפל! ഇത് എവിടെ നിന്നാ ഈ കാട്ടുതീ വന്നത്? കാരണം ജെറുസലേമിന്റെ ഒരു ഭാഗം മൊത്തം ടോട്ടല് ഏകദേശം 30,000-ലേറെ ഹെക്ടർ ഭൂമി ശരിക്കും അങ്ങോട്ട് നല്ല അടിപൊളി മേച്ചിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോ ഇങ്ങനെ ചിന്തിക്കാണ്, ഇത് എവിടെ നിന്നാണ്? ഭയങ്കര അന്വേഷണത്തിലാണ് ഇവരിപ്പോ. ഇത് ഫലസ്തീനിൽ നിന്ന് മറ്റോ പിന്നെ ഈ തീപ്പെട്ടി കൊള്ളി വരച്ചിട്ടോ അല്ലെങ്കിൽ വല്ല പിന്നെ കുതന്ത്രത്തിലൂടെ എങ്ങനും ഇതെങ്ങനെ കയറ്റി വിട്ടതാണോ എന്നെല്ലാം വിചാരിച്ചു. അങ്ങനെ അവർ ഭയങ്കര പിന്നെ വ്യക്തമായ അന്വേഷണത്തിലാണ്. അപ്പോ ഇവരുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ കഥ വലിയ കഥയാ. ഇവരിത് പറയാൻ കുറെ ഉണ്ടാവും. ഇവര് ഈ വിശ്വാസത്തിൽ വ്യതിചലിച്ചിട്ട് ഫലസ്തീനിന്റെ മക്കളെ ചുട്ടുകരിക്കുമ്പോ ഇവര് ചിന്തിച്ചത് ദൈവം ഞങ്ങൾക്ക് മാത്രമല്ല. കാരണം അങ്ങനെയാണല്ലോ ഇവര് പിന്നെ എടുത്തു പറയുന്നത്. ഇവരുടെ തൗറാ ഗ്രന്ഥത്തില് ഇവര് മാറ്റിമറിച്ചിട്ട് അതിനെ ഗ്രന്ഥമല്ലാത്ത രീതിയിൽ, ദൈവിക ഗ്രന്ഥമല്ലാത്ത രീതിയിൽ അത് ഒരുപാട് മാറ്റത്തിരുത്തകള് സംഭവിച്ചിട്ട് അത് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി. അതുപോലെ തന്നെ ഇവര് കുറെ പുരോഹിതന്മാര് ഇവരുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പുരോഹിതന്മാരെ ഇവരുടെ മതപണ്ഡിത നേതാക്കന്മാരൊക്കെ കശാപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു പറയണം, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ നബിമാര്, അതായത് ഈ വഹി കൊണ്ടുവരുന്ന പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുള്ളത് ഇവർക്കാണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് ഇവർക്കാണ്, ഇവരുടെ ഇടയിലേക്കാണ്. കാരണം അത്രക്ക് ഇവര് വൈരുദ്ധ്യങ്ങളുള്ള ആൾക്കാരാണ്. അത് അവരെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ തന്നെ നിൽക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പൊ എന്തായിട്ട് ഇവര് ആകെ കൂടി കുഴഞ്ഞു നിൽക്കുകയാണ്. എന്താ നിങ്ങൾ കണ്ടോ ഇത്? അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഇതാ. അവരിങ്ങനെ കൂടിയിരുന്ന് ചർച്ചയിലാണ്. ഇനിയിപ്പോൾ ഇത് ഈ കാട്ടെത്തി ഇനി എവിടെയെങ്കിലും പിന്നെ ജെറുസലേം അല്ലാതെ വേറെ എവിടെയെങ്കിലും വെസ്റ്റ് ബാങ്കിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഹൈഫയിലോ ഇങ്ങനെ ഈ പിടിച്ചടക്കിയ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ ഫലസ്തീന്റെ കയ്യിൽ നിന്ന്, ഇവിടെ എവിടെയെങ്കിലും വരുമോ? കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ കൈനീട്ടി ആകെ കൂടി വഷളായിക്കാണ് നെതന്യാഹു. അപ്പൊ ഖുർആൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യനിഷേധികൾക്ക് ഞാൻ അപമാനമല്ലാതെ വരുത്തുകയില്ല എന്ന് പറഞ്ഞത് എത്ര കറക്റ്റാണ്. ലോകത്തെ വമ്പൻ രാജ്യമാണെന്നാ പറഞ്ഞ്, അതായത് ഇന്റലിജൻസ് വിഭാഗത്തിലും ചാരസംഘടനയിലും അതായത് ഇസ്രായേലിന്റെ ചാരസംഘടന ഈ മൊസാദിന്റെ ഹൈഗ്രേഡിൽ ഒരു പിന്നെ അതിനേക്കാളും മുകളിലൊരു ചാരസംഘടന ഉണ്ട്. ആ ചാരസംഘടന കഴിഞ്ഞിട്ടാണ് പിന്നെന്താന്നുള്ളത് മൊസാദിന്റെ താഴെ തന്നെ ഏകദേശം ഒരു 10-12ഓളം ചാരസംഘടനകൾ വേറെയുണ്ട്. ഇതൊക്കെ ഇവരുടെ ഇന്റലിജൻസ് പിന്നെ സംവിധാനങ്ങളിലുള്ള ആൾക്കാരാണ്. ഇവർ ഈ ഒരു സ്ഥലത്തൊന്നല്ല. ഇവരെ ഈ ബുക്കുകളുണ്ടല്ലോ, ഈ മൊസാദിന്റെ പല പിന്നെ തട്ടുകളായിട്ടുള്ള കുറെ ബുക്കുകളുണ്ട്. അതിന്റെ റൈറ്ററൊക്കെ എനിക്കറിയാം. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കുറെ എന്താണ് ഈ ടോപ്പ് ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഇന്റലിജൻസ് മേധാവികളിൽ തന്നെ ഹൈ ഗ്രേഡിലും ടോപ്പ് ഗ്രേഡിലും പിന്നെ ലോ ഗ്രേഡിലും മിഡിൽ ഗ്രേഡിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് കുറെ പുറത്തു വന്നത്. ഇവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴതാ സിറിയയിൽ ഇവർ കാട്ടിക്കൂട്ടുന്നുണ്ട്.
സിറിയയിൽ ചെയ്തു കൂട്ടുന്നത് ഇപ്പോൾ ചെറിയ ഗുരുത്തക്കേടൊന്നുമല്ല, ഒരുപാടുണ്ട് അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ ന്യൂസ് കാര്യങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്താവില്ല, സമയമെടുക്കും നല്ല. അത്രയ്ക്ക് ഇവരെ ഈ വഷളത്തരം ഉണ്ടല്ലോ, ലോകത്തോട് ഇവർ കാണിച്ചു കൂട്ടുന്ന ആ വഷളത്തരം. ഹിറ്റ്ലർ ഇവരെ വെറുതെ അല്ല കിൽ ഓൾ ജ്യൂസസ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് കണക്ക് പ്രകാരം ഇവർക്ക് 80 ലക്ഷത്തിൽ ആൾക്കാർ നഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കണക്കിൽ പെടാത്തത് തന്നെ ഒരുപാടുണ്ട് ഇവര്. കാരണം ഇവരുടെ ഈ സ്വഭാവ ഗുണം, ആ സ്വഭാവ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്വഭാവ ഗുണമൊന്നുമല്ല, വല്ലാത്തൊരു ഇവരെന്താ പറയാ, അത് നിങ്ങൾ നോക്കി മതി, നിങ്ങൾ കാണുന്ന ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവരെ വല്ലാത്തൊരു ടീംസാണ് ഇവര്. ഇപ്പൊ ഇവർ ഈ കാട്ടുതീയെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എവിടെ നിന്നാണ് ഇപ്പൊ ഈ കാട്ടുതീ വന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കാട്ടുതീ എങ്ങനെ ഇവിടെ എത്തി, ഇത് ഏത് കൂടി പറന്നു വന്നോ? കാരണം സാറ്റലൈറ്റ് മുഖേന മറ്റേ കാലിഫോർണിയ ഇതുണ്ടല്ലോ, പിന്നെ കാട്ടുതീ, അതിനെ അവര് CIA നാസക്ക് ഇത് കൊടുത്തു, ഇത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുമോ, അങ്ങനെ സാറ്റലൈറ്റ് മുഖേന ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത്. പക്ഷെ ഈ തുടക്കം ഇവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവര് കുറെ അന്വേഷിച്ചത് കഴിഞ്ഞു. അത് കാലിഫോർണിയ അറിയാലോ കത്തിയിട്ട്, ഒരുവിധം ലോസ് ആഞ്ചൽസ് എല്ലാം വിട്ട് ഓടി ആകെ കൂടി ഇപ്പോഴും പിന്നെ ടെന്റിലാണ് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോഴും ഇവിടെയാണ് ടെന്റിലാണ്, അഭയാർത്ഥികളായി പോയി. സ്വന്തം നാടും വീടും, കാരണം നല്ല പിന്നെ പണം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാലിഫോർണിയയിലൊക്കെ. പക്ഷെ വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഒരുവിധം അവര് തീ കെടുത്തി എന്നാ പറഞ്ഞത്. അതായത് കാട്ടുതീ വൈൽഡ് ഫയർ ഞങ്ങള് കെടുത്തി എന്നാ പറഞ്ഞത്. കടത്തിയത് നിങ്ങളൊന്നുമല്ല, അതിനെ ഊതിക്കെടുത്തിയത് അതിൻ്റെ ആള് പറയാ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരുവിധം ഇസ്രായേലും അതങ്ങനെ ആ വൈൽഡ് ഫയർ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് താരതമ്യപ്പെടുത്തി വന്നേക്കാണ്. പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, തീയണച്ചെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ നോക്കിയോ, നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. എന്നാലും കളിക്കുന്നവന് കളിക്കേണ്ട സമയത്ത് കളിക്കേണ്ട രീതിയിൽ കളിക്കുന്നുണ്ട്. ഇവര് വിചാരിക്കുന്ന ഇവരെ കവച്ചു വെക്കാൻ വേറെ ആൾക്കാരില്ല. എന്തൊക്കെയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ, 30,000 ടണ്ണിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഗാസയിലേക്ക് അടുത്ത ഘട്ടത്തിൽ ഇവര് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് അമേരിക്കയിൽ നിന്ന് പാക്കായിട്ട് വരികയാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അത് എന്തായിട്ടുണ്ട്, പാക്കായിട്ട് ബൾക്കായിട്ട് ഈ സാധനം ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിലേക്ക് വരാൻ പോവാണ്. ആ ബങ്കർ ബസ്റ്റർ എവിടെ ഉപയോഗിക്കാനാണ്? ഗാസയിൽ ഉപയോഗിക്കാനാണ്. ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സാധനമൊന്നുമല്ല. 30,000 ടണ്ണിന്റെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മുകളിൽ നിന്ന് വീഴുമ്പോൾ ഈ IDFന്റെ ടെററിസ്റ്റ് ടീം ഉണ്ടല്ലോ, ഇസ്രായേലിന്റെ IAF, ഇസ്രായേൽ എയർഫോഴ്സിന്റെ ഈ IAF മുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഒളിച്ചു നിന്നിട്ട്, ഇവർക്ക് ഈ ഒളിച്ചു നിന്നിട്ടുള്ള പരിപാടിയാണ്. നേരിട്ട് മുട്ടുന്നില്ലല്ലോ, ഒളിച്ചു നിന്നിട്ട് ഇതിങ്ങനെ മുകളിൽ നിന്ന് ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ 30,000 ടണ്ണ് താഴോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പ്ലോസീവ് ടെൻഡൻസി എന്തായിരിക്കും. എന്നാല് നിങ്ങൾ ഈ ഇത്രയും ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ മെന്റാലിറ്റി പവറും ഇത്രയും കാലത്തിനിടയ്ക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഈ സാധനം മുകളിൽ നിന്ന് പോയിട്ട് ഫ്യൂള് കയറ്റിയിട്ട് ഒരു എയർക്രാഫ്റ്റ് മുഖേന ഇത് മുകളിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുകളിൽ വേറൊരാളുണ്ട്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതിനേക്കാളും ടോപ്പിൽ വേറൊരാളുണ്ട്. ആ ആൾക്ക് ഇത് വലിയ കാര്യമൊന്നല്ല. ഒന്നങ്ങോട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇനി അങ്ങോട്ട് നോക്കാം നമുക്ക്. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. കാരണം പടച്ചോൻ ഉറങ്ങിപ്പോയിന്നോ അല്ലെങ്കിൽ ദൈവം ഉറങ്ങിപ്പോയി, ദൈവത്തിന്റെ ആൾക്കാർ ഞങ്ങളാണെന്നുള്ള ആ ഒരു വാക്തത്വമൊക്കെയാണ് ഈ ഇസ്രായേൽ കൂട്ടർ പറഞ്ഞുകൊണ്ടത്. ഇപ്പോൾ അതാ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എവിടേക്കാ പോകുന്നത്, ഇവരിനി എത്രത്തോളം പൊട്ടിക്കും എന്ന് നമുക്ക് നോക്കണമല്ലോ. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു, ഈ പ്രപഞ്ചം തന്നെ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു സന്തുലിതാവസ്ഥയിലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതിനേക്കാളും ടോപ്പിൽ ഒരാളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ. അതില്ലെങ്കിൽ
ഇതൊന്നും ഇങ്ങനെ ആവില്ലല്ലോ. ഇൻഷാല്ലാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. סורקים עכשיו את כל הרכבים, להבין אם יש פה מישהו שנשאר, שנחנק. לא פשוט. יש פה מישהו! אני לא רוצה להגיד שזה מזכיר לי את ה7 באוקטובר, אבל זה 2, 3, 2. מישהו יש פה? חבר'ה, לסרוק תעלות. אולי מישהו בבריחה נפל לתעלה. יש פה מישהו? סריקה מלאה גם לנתיב הנגדי. אני הייתי ברחת מהגדר וקופצת לשם, שאף אחד לא נפל. זה לא נגמר. כשאני פה אני חוזר עם האוטו. סבבה.